ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ രസമാണ്. ഇത് എരിവും മധുരവും പുളിയും എല്ലാം കൂടെ കലർന്നിട്ടുള്ള ഒരു രസമാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ ഒരു ചെറിയ പൈനാപ്പിളിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം അത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. അതിനോടൊപ്പം തന്നെ ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. ഒരു 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ചതച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു 2 വലിയ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ടീസ്പൂൺ പെപ്പർ, അതേപോലെ നല്ല ജീരകം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സിയിൽ ചതച്ചെടുക്കണം. ഇനി നമുക്ക് രസം ഉണ്ടാക്കി തുടങ്ങാം. ശേഷം പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കുറച്ച് പൈനാപ്പിൾ നമ്മൾ മാറ്റി വെക്കണം. അത് നമ്മൾ മിക്സിയിലൊന്ന് അരച്ചതിന് ശേഷമാണ് രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി, കുരുമുളക്, ജീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചച്ചവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിളും തക്കാളിയും ഒന്ന് കൈവച്ചൊന്ന് മാഷ് ചെയ്യാം. മാഷ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് നേരം പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. 5 മിനിറ്റ് നേരം വഴറ്റിയതിന് ശേഷം പൈനാപ്പിൾ പ്യൂരി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പൊടിയുടെ പച്ചച്ചവയൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണോ നിങ്ങൾ പൈനാപ്പിൾ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാത്രം അടച്ചു വയ്ക്കാം. രസം നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ രസം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രസമാണ്. നേരത്തെ പറഞ്ഞ പോലെ എരിവും പുളിയും മധുരവും എല്ലാം കൂടെ കലർന്ന ഒരു രസമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.